കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള കുറച്ച് വീഡിയോകൾ കാണാനിടയായി. ശരിക്കും ഉത്തർപ്രദേശിൽ നിന്നുള്ള വീഡിയോകൾ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ്. അപ്പോൾ ഈ പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കാനായിട്ട് മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ സാധാരണ ആളുകളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ 2027 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് ഉത്തർപ്രദേശിൽ വിജയിക്കാൻ പോകുന്നത്? എങ്ങനെയുണ്ട് നിലവിലെ സർക്കാർ? ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങളുടെ മറുപടി കാണുമ്പോൾ ഞെട്ടിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനുള്ള ഒരു സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ കേരളത്തിൽ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ഇവിടെ ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ ഹിന്ദുത്വവാദി, വർഗീയവാദി എന്നൊക്കെയാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടുന്നത്. ഉത്തർപ്രദേശിൽ വലിയൊരു വിഭാഗം മുസ്ലിം സമൂഹം യോഗി ആദിത്യനാഥിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന വസ്തുത നമ്മുടെ നാട്ടിലെ പലർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് അവർ യോഗിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും യോഗി നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള വിഷനുള്ള ഒരു സ്ട്രോങ് ലീഡറാണ് എന്ന് മനസ്സിലാവുന്നത്. ഈ പാറ്റകളുടെ സമരം വന്ന സമയത്ത് നരേന്ദ്രമോദി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 75-76 വയസ്സായി. സോ അദ്ദേഹം പതിയെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട് എന്നും പകരം പുതിയ പ്രധാനമന്ത്രി വരാൻ വേണ്ടിയിട്ടുള്ള കളം ഒരുങ്ങുകയാണ് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ നടന്നിരുന്നു. ആ സമയത്ത് നരേന്ദ്രമോദിയെ പോലെ തന്നെ പ്രത്യേകിച്ച് കുടുംബ ബാധ്യതകളോ ഉത്തരവാദിത്തങ്ങളോ കുടുംബ ബന്ധങ്ങളിൽ പെട്ടുകിടക്കുകയോ അല്ലാത്തൊരാൾ രാജ്യത്തെ ഭരിക്കുന്നതാണ് നല്ലത് എന്ന തരത്തിൽ ചർച്ചകൾ വന്നിരുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട പേരെന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെതാണ്. ഈ യോഗി ആദിത്യനാഥ് എന്തുകൊണ്ട് ഇന്ത്യ ഭരിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ എത്തുന്ന സമയത്ത് അവിടെ എന്തായിരുന്നുവെന്നും ഇന്ന് ഉത്തർപ്രദേശ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള ഒരു പ്രദേശമാണ്, ഒരു സംസ്ഥാനമാണ്. 25 കോടിയോളം പോപ്പുലേഷൻ അവിടെയുണ്ട്. പാകിസ്ഥാൻ ഉള്ളതിനേക്കാൾ ജനസംഖ്യ ആ ഒരൊറ്റ സംസ്ഥാനത്തുണ്ട്. ആ സംസ്ഥാനം ഭരിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഭരിക്കുക മാത്രമല്ല, മികച്ച ഭരണം നടത്തുക എന്ന് പറയുന്നതും ജനങ്ങളുടെ ഒരു പിന്തുണ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറമായിട്ട് നേടിയെടുക്കുക എന്ന് പറയുന്നതും അതിനേക്കാൾ പ്രധാനമാണ്. യോഗി ആദിത്യനാഥ് ഒരു മാതൃക സെറ്റ് ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. അത് ഏറ്റവും പ്രധാനം. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ക്രമസമാധാന പ്രശ്നമാണ്. ഗുണ്ടാ വിളയാട്ടം, അക്രമങ്ങൾ, സ്ത്രീകളോടുള്ള മോശമായ പെരുമാറ്റം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട്. വലിയ രാജ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് അത്തരം സംഭവങ്ങളുണ്ട്. സോ അവിടെ ശക്തമായിട്ട് രാജ്യത്തിൻ്റെ ഉള്ളിൽ ക്രമസമാധാനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തി രാജ്യത്ത് അടുത്ത പ്രധാനമന്ത്രിയാകണമെന്നാണ് പൊതുവെ ഇപ്പോൾ ഉയരുന്ന ഒരു ആവശ്യം. അത് ഉത്തർപ്രദേശിലെ ജനങ്ങളോട് പോയി ചോദിച്ചാൽ യോഗി ബാബ അടുത്ത പ്രധാനമന്ത്രി ആകണം എന്നാണ് അവർ പറയുന്നത്. അതായത് യോഗിക്ക് അത്രമാത്രം സപ്പോർട്ട് അവിടെയുണ്ട്. ഇതിനു മാത്രം യോഗി അവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, യോഗി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ക്രമസമാധാന പാലനമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗുണ്ടായിസം, മാഫിയ രാജ്, വർഗീയ കലാപങ്ങൾ എന്നിവയിൽ ഉത്തർപ്രദേശിലുണ്ടായ കുറവും അത് പൂർണ്ണമായി പലയിടങ്ങളിലും ഇല്ലാതാക്കാൻ കഴിഞ്ഞതും സാധാരണക്കാരായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും യോഗിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. സാമ്പത്തിക ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുത്തത് യോഗി വന്നതിന് ശേഷമാണ്. അതിൻ്റെ ഗുണം എല്ലാ മനുഷ്യർക്കും കിട്ടുന്നുണ്ട്. യോഗിയുടെ കാവി വസ്ത്രവും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡും കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു ഹിന്ദുത്വവാദിയാണ് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവാണ് പൊതുവെ എപ്പോഴും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന തത്വത്തിനോട്, ആശയത്തോട് ഏറെ ഒരു നീതി പുലർത്തുന്ന ഭരണാധികാരിയാണ് യോഗി. ഉത്തർപ്രദേശിൽ എല്ലാവരുടെ ജീവിതത്തിലും യോഗി വന്നതിന് ശേഷം ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ തന്നെ, ജനങ്ങൾ തന്നെ സമ്മതിക്കുന്ന 100 കണക്കിന് വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആർക്കും എടുത്ത് കാണാവുന്നതാണ്. പ്രാദേശിക തലത്തിലുള്ള ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ഭീഷണിയില്ലാതെ അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് യോഗി വന്നതിന് ശേഷമാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, ഈ മുദ്രാവാക്യത്തിന് കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികൾ മതം നോക്കാതെ എല്ലാ മനുഷ്യരിലേക്കും അവിടെ എത്തുന്നുണ്ട്. അവിടെയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഭരണാധികാരിയെ മതമോ ജാതിയോ നോക്കാതെ എല്ലാ ജനങ്ങളും അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. സൗജന്യ റേഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടുകൾ, ഉജ്ജ്വല യോജനയിലൂടെ പാചകവാതകം തുടങ്ങിയ അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും താഴെത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യർക്ക് വരെ കിട്ടുന്നുണ്ട്. അത് ഞാൻ ചില വീഡിയോകളിൽ കണ്ടു. വളരെ ഏജുള്ള മാതാപിതാക്കളൊക്കെ വന്ന് പറയാണ് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് ഒരു സമയത്ത് ഉത്തർപ്രദേശിൽ 10-14 മണിക്കൂർ പവർ കട്ട് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒരു ദിവസത്തിന്റെ 3/4 സമയവും
ഈ പറയുന്ന ഉത്തർപ്രദേശിൽ കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് എല്ലായിടങ്ങളിലേക്കും ഇലക്ട്രിസിറ്റി എത്തിക്കുവാനും എല്ലാവർക്കും വൈദ്യുതി തടസ്സമില്ലാതെ 24 മണിക്കൂറിൽ ലഭ്യമാക്കാനും കഴിഞ്ഞു എന്നതടക്കം നിരവധി കാര്യങ്ങളാണ് യോഗി ഭരണകാലത്ത് ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിലെ മൻസൂരി പസ്മാന്ത മുസ്ലിങ്ങളുടെ പിന്തുണ ഏതാണ്ട് പൂർണ്ണമായി യോഗിക്കൊപ്പമാണ്. ഇവരെ മുസ്ലിം വിഭാഗത്തിൽ തന്നെ പിന്നോക്കമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിഭാഗമാണ് ഈ പസ്മാന്ത മുസ്ലിങ്ങൾ. BJPയും യോഗി സർക്കാരും പസ്മാന്ത മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം വികസനം നടക്കുന്ന, ഏറ്റവും വേഗത്തിൽ എക്കണോമിക്കലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. തുകൽ വ്യവസായം, വസ്ത്ര വ്യാപാരം, കരകൗശല ഉൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് വാരണാസിയിലെ സാരി നിർമ്മാണം, മൊറാദാബാദിലെ പിച്ചള വ്യവസായം, ഇവയിലെല്ലാം ഏർപ്പെട്ടിരുന്ന മനുഷ്യർക്ക് മെച്ചപ്പെട്ട വൈദ്യുതി ലഭ്യതയും മെച്ചപ്പെട്ട റോഡുകളും ബിസിനസ് ചെയ്യാൻ എളുപ്പമുള്ള അന്തരീക്ഷവും ഉത്തർപ്രദേശിൽ ഒരുക്കി കൊടുക്കുന്നതിൽ യോഗി ഭരണകൂടം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് എല്ലാവരും യോഗിക്ക് അനുകൂലമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ വലിയൊരു ജനപിന്തുണ യോഗി ആദിത്യനാഥിനുണ്ട്. നരേന്ദ്രമോദിയുടെ മോദിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രിയായിട്ട് യോഗി വരണം എന്ന ആവശ്യം ഉത്തർപ്രദേശിലും നോർത്ത് ഇന്ത്യയിലും ഓരോ ദിവസം കഴിയുന്തോറും ശക്തമാവുകയാണ്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതുപോലെ ദേവേന്ദ്ര ഫഡ്നാവിസ്, നിതിൻ ഗഡ്കരി, അങ്ങനെ നിരവധി പേരുകൾ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തിനായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും യോഗി ആദിത്യനാഥ് വരണമെന്നതിന് തന്നെയാണ് കൂടുതൽ പിന്തുണ സമൂഹ മാധ്യമങ്ങളിലടക്കം ലഭിക്കുന്നത്. അതായത് രാജ്യം ഭരിക്കേണ്ടത് പൂർണ്ണമായും ഒരു സാത്വിക ജീവിതം നയിക്കുന്ന വ്യക്തിയാകണമെന്നും കുടുംബ ബന്ധങ്ങളും അല്ലെങ്കിൽ മറ്റ് തരം കെട്ടുപാടുകളുമുള്ള വ്യക്തികൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്വജനപക്ഷപാത ആരോപണങ്ങൾ ഉണ്ടാവാം. അത് ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിവാഹം കഴിക്കാത്ത, കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി തന്നെ അധികാരത്തിലേക്ക് വരുന്നതാണ് നല്ലത് എന്ന തരത്തിലടക്കം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. അടൽ ബിഹാരി വാജ്പേയി വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം തീർത്തും സാത്വികനായ ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. നരേന്ദ്രമോദി ചെറിയ പ്രായത്തിൽ വിവാഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ വിവാഹം കഴിപ്പിച്ചതാണ്. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് മോചിതനാവുകയും സാത്വിക ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതേ സമയത്ത് യോഗി ആദിത്യനാഥ് ഒരു സന്യാസിയുമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരാൾ അധികാരത്തിൽ വരുന്നതാണ് നല്ലത് എന്നാണ് സംഘപരിവാർ കേന്ദ്രങ്ങളിലെല്ലാം നടക്കുന്നൊരു ചർച്ച എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും മോദിക്ക് ശേഷം ആര് എന്ന ചർച്ച സജീവമായി തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുകയാണ്. 2027 ചിലപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിരിക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾക്ക് 2027 ചിലപ്പോൾ സാക്ഷ്യം വഹിച്ചേക്കാം. കാരണം ഈ 2027 നിരവധി പ്രാദേശിക ഇലക്ഷൻസ് നടക്കുന്ന ഒരു വർഷമാണ്. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ 2027 സംഭവിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരു അധികാര കൈമാറ്റം അടക്കം ഇനിയുള്ള വർഷങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം. സ്മൂത്തായിട്ട് അത് നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് ശേഷം അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് BJP ശ്രമിക്കുന്നത് ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ലീഡറെ തന്നെയായിരിക്കും. അമിത്ഷായുടെയും യോഗിയുടെയും പേരുകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.